ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് നട്ട്സ് ആൻഡ് സീഡ്സ് ബോളാണ്. അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാനിപ്പോൾ പറയാം. ഇതിനായി വേണ്ടത് ആവശ്യത്തിന് വാൾനട്ട്സ്, പിന്നെ ബദാം, പംകിൻ സീഡ്, പിന്നെ ഫ്ലാക്സ് സീഡ്, ദെൻ സൺഫ്ലവർ സീഡ്. ഇതൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. നമ്മുടെ പീരീഡ്സ് റെഗുലർ ആവാനും എല്ലാം നല്ലതാണ്. പിന്നെ വേറൊരു സീഡും കൂടി വേണം, അതാണ് എള്ള്. വെളുത്ത എള്ള് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കറുത്ത എള്ളാണെങ്കിലും ഓക്കെ. പിന്നെ ഒരു 15 ഡേറ്റ്സ് വേണം, ഇഷ്ടത്തിന് എടുക്കാം, നമ്മുടെ മധുരത്തിനനുസരിച്ച്. പിന്നെ കൊക്കോ പൗഡർ ആൻഡ് നെയ്യ് വേണം, കുറച്ച് മതി കേട്ടോ. ഇനി ഇത് പ്രിപ്പയർ ചെയ്യുന്ന രീതി: ഫസ്റ്റ് സ്റ്റവ് കത്തിക്കാം, അതിലേക്ക് അടി കട്ടിയുള്ളൊരു പാത്രം, ഇവിടെ ഞാൻ എടുത്തേക്കുന്ന ഒരു നോൺ സ്റ്റിക്ക് പാനാണ്. ആ പാനിലേക്ക് പാനൊന്ന് ചൂടായി വരട്ടെ. എന്നിട്ട് ആ പാനിലേക്ക് വെളുത്ത എള്ള് അഥവാ സെസമി സീഡ് അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായി ഇളക്കുക. ഒന്ന് ചൂടാവട്ടെ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഇളക്കണം. ഈ എള്ള് നന്നായി പൊട്ടി വരുമ്പോൾ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. ഫ്ലെയിം ഓഫ് ചെയ്യണ്ട, കാരണം നമ്മൾ ഇതേ പാനിൽ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഈ പാന് നമ്മൾ സ്റ്റവിൽ വെക്കണം. ഒന്ന് ഫ്ലെയിം കുറച്ച് കൂട്ടി കൊടുക്കുക. എന്നിട്ട് ഇത്തിരി നെയ്യ്, വളരെ കുറച്ച് മാത്രം നെയ്യ്. ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് നമ്പൂതിരിസിൻ്റെ നെയ്യാണ്. നിങ്ങൾക്ക് നല്ല പ്യുവർ നെയ്യ് കിട്ടുകയാണെങ്കിൽ അത് യൂസ് ചെയ്യാം. വളരെ കുറച്ച് മാത്രം മതി. എന്നിട്ട് പാന് ഫുള്ള് സ്പ്രെഡ് ആവുന്ന രീതിക്ക് തേച്ച് കൊടുക്കുക. കാരണം നമ്മളിവിടെ വളരെ കുറച്ച് നെയ്യ് മാത്രമാണല്ലോ എടുത്തേക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമ്മൾ ബാക്കിയുള്ള നട്ട്സും സീഡ്സും വറുത്തെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആൽമണ്ട്സ്, വാൾനട്ട് ഇതൊക്കെ നന്നായി വറുത്തെടുക്കുക. ബാക്കിയുള്ള സീഡ്സുകളും നന്നായി വറുത്തെടുക്കുക. നന്നായി റോസ്റ്റായി വന്നതിന് ശേഷം ഒരു കട്ടിംഗ് ബോർഡിലേക്ക് ഇത് മാറ്റും. ഇവിടെ 2 രീതിക്ക് നമുക്ക് ചെയ്യാം. ഒന്നെങ്കിൽ ഈ നട്ട്സ് നന്നായി കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട്, വളരെ ഫൈനായിട്ട് കട്ട് ചെയ്തിട്ട്, ഒരു കത്തിയെടുത്ത് കട്ട് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് നന്നായി പൊടിച്ചെടുക്കാം. നന്നായി പൊടിക്കേണ്ട, കുറച്ച് മാത്രം, ജസ്റ്റ് ഒരു പ്രാവശ്യം മാത്രം കറക്കിയിട്ട് ബാക്കിയുള്ള ഇത്തിരി വലുതായി വന്നുള്ള നട്ട്സുകളൊക്കെ ഒന്ന് കത്തി കൊണ്ട് അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. മിക്സിയിൽ കിടക്കുമ്പോൾ എല്ലാ നട്ട്സും പൊടിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച എള്ള് ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. ഇതിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് കട്ട് ചെയ്യാൻ നമുക്ക് പേഷ്യൻസ് ഉണ്ടെങ്കിൽ ചെയ്യാം. എനിക്കിവിടെ അത്ര ക്ഷമ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മിക്സിയിൽ ചെയ്ത് അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ ചെയ്യുന്നതായിരിക്കും എനിക്ക് തോന്നുന്നു ഒത്തിരി കൂടി ടേസ്റ്റ്. ഇനി അതേ പാനിൽ, നമ്മൾ വേറെ പാനിൽ യൂസ് ചെയ്യുന്നില്ല, സെയിം പാനിൽ ഇതിലിത്തിരി നെയ്യ് ഒഴിച്ച് കൊടുക്കണം. വളരെ കുറച്ച് മതി. ഈ നെയ്യിൽ ഇനി ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഡേറ്റ്സ് ഉണ്ടല്ലോ, ഒരു 15 ഡേറ്റ്സ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഡേറ്റ്സ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോവാണ്.
നന്നായി ഇളക്കി കൊടുക്കണം. വേണമെങ്കിൽ ഇത്തിരി വെള്ളം ചേർത്ത് കൊടുക്കാം. കാരണം ഇവിടെ നമ്മൾ ശർക്കരയൊന്നും യൂസ് ചെയ്യുന്നില്ല, മധുരത്തിനായിട്ട് ടേസ്റ്റ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വരും. ഓക്കെ, അപ്പോൾ ഈ കൺസിസ്റ്റൻസിയിൽ എത്തുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇത്തിരി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം ഇതിന് ശേഷം നമ്മൾ ഈ പൊടിച്ച് വെച്ചേക്കുന്നതൊക്കെ ഒരു ചേർക്കണം. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടണം. അപ്പോൾ അതിനനുസരിച്ച് ഒരു ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. നന്നായി ഇതൊക്കെ ഒന്ന് പൊടിഞ്ഞ് കിട്ടുന്ന രീതിക്ക് നന്നായി നമ്മൾ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പൊടിച്ച് വെച്ച പൊടികളും സെസമി സീഡും ഒക്കെ ചേർത്ത് കൊടുക്കണം. ഈ സമയത്താണ് നമ്മൾ ചോക്ലേറ്റ് പൗഡർ ഒരു സ്പൂൺ, ഒരു ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് പൗഡർ എടുത്തിട്ടുണ്ട്, കൊക്കോ പൗഡർ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യാനുസരണം. എനിക്കിപ്പോൾ അത്ര കയ്പ്പ് വേണ്ട, അപ്പോൾ ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇനി സ്റ്റവ് ഓഫ് ചെയ്യും. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നന്നായി മിക്സാണ്, ചൂടാറിയതിന് ശേഷം, അല്ലെങ്കിൽ കൈ പൊള്ളിപ്പോൾ. ഇപ്പം നന്നായി മിക്സായി. ഇപ്പോൾ കയ്യിൽ ഇത്തിരി നെയ്യ് എടുത്തിട്ട് ഇതിന് ബോളാക്കണം. അപ്പോൾ അതിന് കുറച്ച് മാത്രം എടുത്തിട്ട് കയ്യിൽ വെച്ച് നന്നായി ഉരുട്ടി കൊടുക്കുക. ഇതിന് ആവശ്യത്തിന് മധുരമുണ്ട്. ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ചോക്ലേറ്റ് ചേർക്കാം, അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. ജസ്റ്റ് ഡേറ്റ്സ് മാത്രമാണെങ്കിൽ അങ്ങനെയും ചേർക്കാം. നല്ല രുചികരമായ നട്ട്സ് ബോൾസ് റെഡി ആയിട്ടുണ്ട്. നട്ട്സ് ആൻഡ് സീഡ്സ് ബോൾസ്. താങ്ക് യു.